മദർ തെരേസയെ അറിയാഞ്ഞിട്ടല്ല, കല്ലെറിഞ്ഞ് തകർക്കുമ്പോൾ നിറഞ്ഞ വർഗീയത മാത്രമാണ് അവരുടെ മനസ്സിൽ. സംഭവം നടന്നത് വെറും 2 ദിവസം മുന്നേ, വേറെ എവിടെയുമല്ല, കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിൽ. സെന്റ് മദർ തെരേസ ഇംഗ്ലീഷ് മീഡിയം സ്കൂളും സംഘപരിവാർ അടിച്ചു തകർത്തു. സ്കൂളിൽ കാവിക്കൊടി കെട്ടി, കന്യാസ്ത്രീകളെ ഉപദ്രവിച്ചു. മലയാളിയായ സ്കൂൾ മാനേജർ വൈദികനെ സ്കൂളിൽ നിന്ന് വലിച്ചിഴച്ച് പുറത്തിട്ട് മർദ്ദിച്ചും ഭീഷണിപ്പെടുത്തുകയും ജയശ്രീറാം വിളിപ്പിക്കുകയും ചെയ്തു. അവിടെ എത്തിയ തെലങ്കാന പോലീസ് ഈ അക്രമികളെ തൊട്ടില്ല. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഒറ്റ അക്രമിയെ പോലും പിടിച്ചതുമില്ല. പകരം സ്കൂളിന്റെ അധികൃതർക്കെതിരെ ഗുരുതര വകുപ്പ് ചുമത്തി കേസെടുത്തു. കോൺഗ്രസ് ആണ് തെലങ്കാന ഭരിക്കുന്നത്. നേതൃത്വത്തിന് ഇതേക്കുറിച്ച് ഒരക്ഷരം മിണ്ടാനില്ല. അല്ലേലും ഇവരിൽ നിന്നും എന്ത് പ്രതീക്ഷിക്കാനാണ്? ബാബറി മസ്ജിദ് സംഘപരിവാർ അടിച്ചു പൊളിക്കുമ്പോൾ മിണ്ടാതിരുന്ന ടീംസാണ്. സംഘപരിവാറിന് കുട പിടിക്കുന്ന ഇതേ കോൺഗ്രസ് മുഖ്യമന്ത്രി രേവേന്ദ്ര റെഡ്ഡിയാണ് പിണറായി വിജയൻ വർഗീയവാദിയാണെന്ന് ഇവിടെ വന്ന് പ്രസംഗിക്കുന്നത്. തെലങ്കാനയിലെ മാത്രം സ്ഥിതിയല്ല ഇത്. രാജ്യത്താകെ ക്രൈസ്തവ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെ സംഘപരിവാർ നടത്തുന്ന കടന്നാക്രമങ്ങളിൽ ചെറുവിരലനക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. സംഘപരിവാറിന് ഈ വിദ്വേഷ പ്രചരണവും ആക്രമണവും നടത്താനാവാത്ത ഏക സ്ഥലം ഇന്ത്യയിൽ കേരളമാണ്. ഇടതുപക്ഷത്തിന്റെ കരുത്തിലാണ് ഈ തുരുത്ത് നമ്മൾ പടുത്തുയർത്തുന്നത്.